പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം വിശ്വാസം എന്ന വിഷയമാണ്. ഫെയ്ത്ത്. എബ്രായ ലേഖനം 11:1 വിശ്വാസത്തിൻ്റെ കീവേഡ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസത്തിൻ്റെ മേഖലയിൽ 3 മേഖലയാണുള്ളത്. അതിലൊന്ന് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പങ്കുവച്ചു. വിശ്വാസം, വിജയകരമായ വിശ്വാസം. 2, വലിയ വിശ്വാസം. 3, വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോലാണ്. ഈ 3 മേഖലയിലും ഈ 3 വ്യത്യസ്ത രീതിയിൽ നമ്മൾ ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് ഈ 3 മേഖലയിലുള്ള വിശ്വാസത്തിൽ ജയിക്കുവാൻ കഴിയുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പങ്കുവച്ചു. വിജയകരമായ വിശ്വാസത്തിൽ ഉദാഹരണമായി നമ്മൾ ചിന്തിച്ചത് അബ്രഹാമിനെയാണ്. അബ്രഹാമിനെ വിശ്വാസിയുടെ പിതാവെന്ന് അറിയാനുള്ള കാരണം, ജീവിതത്തിൽ ഉണ്ടായ പരീക്ഷ ഘട്ടത്തിൽ അബ്രഹാം അവിടെ പരാജയപ്പെടുവാൻ തക്കവണ്ണം വിട്ടുകൊടുക്കുന്നില്ല. ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം അത് തന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. തന്നോടൊരു ദൈവശബ്ദം ദൈവം പറഞ്ഞപ്പോൾ അത് ദൈവം തന്നോട് അരുളി ചെയ്തതാണെന്ന് ഉറപ്പിക്കുകയും ആ ദൈവശബ്ദം അനുസരിച്ച് താൻ അനുസരിക്കാൻ തയ്യാറാകുന്നു. എന്നാൽ തൻ്റെ ഏകപുത്രനായ ഇസഹാക്കുമായിട്ട് മോരിയ എന്ന ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദേശത്ത് ചെന്ന് ഒരു മലയിൽ ദൈവശബ്ദം അനുസരിച്ച് ഏകപുത്രനെ യാഗം കഴിക്കാൻ കയറിപ്പോകുന്നതിന് മുന്നമേ തൻ്റെ ബാല്യക്കാരോട് പറഞ്ഞതായ വാക്കിങ്ങനെയാണ്: നിങ്ങൾ ഇവിടെ നിൽപ്പിൻ, ഞാനും എൻ്റെ മകനുമായിട്ട്, അതായത് ഇസഹാക്കുമായിട്ട് ഞങ്ങൾ ഇരുവരും ചെന്ന് യാഗം കഴിച്ച് ആരാധന കഴിച്ച് ഇരുവരും മടങ്ങി വരും. ദൈവം തന്നോട് ചോദിച്ചിരിക്കുന്നത് തൻ്റെ ഏകപുത്രനെ കൊടുക്കുവാനാണ്. പക്ഷേ താൻ ബാല്യക്കാരോട് തൻ്റെ വാക്കുകളിൽ താൻ പറയുന്ന വാക്ക്, ഞങ്ങൾ ഇരുവരും ചെന്ന് യാഗം കഴിച്ച് ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരും. അത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതാണ് വിശ്വാസം. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏതൊരു വിഷയത്തിലും നമുക്ക് പരീക്ഷയുണ്ട്. പക്ഷെ ആ പരീക്ഷ മേഖലകളിൽ വിജയിച്ച് കയറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. ആഴമായിട്ടുള്ള ദൈവമായിട്ടുള്ള ആഴമായ വിശ്വാസമാണ് നിന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തു കൊടുത്ത പുത്രനാണ്. പക്ഷേ തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പരീക്ഷകളിലൂടെ കടത്തിവിടുമ്പോഴും അത് ദൈവശബ്ദമാണെന്ന് ഉറപ്പിക്കുക മാത്രമല്ല, അതിൽ തളർന്നു പോകാതെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ താൻ പ്രഖ്യാപിക്കുകയും അതനുസരിക്കുവാൻ തയ്യാറാകുകയും തൻ്റെ വാക്കുകൾ, ബാല്യക്കാരോട് പറയുന്ന വാക്കുകൾ, ഞങ്ങൾ ഇരുവരും ചെന്ന് ആരാധന കഴിഞ്ഞു മടങ്ങി വരും. ഏകമകനെ കൊടുക്കാൻ ദൈവം പറഞ്ഞിരിക്കുമ്പോഴും തൻ്റെ വാക്കുകളിലൂടെ ഒരിക്കലും അവിശ്വാസത്തിൻ്റെ വാക്ക് അബ്രഹാമിൻ്റെ വാക്കുകളിൽ ഉണ്ടാകുന്നില്ല. അതാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ഇന്നത്തെ വിഷയത്തെ, വിശ്വാസത്തിൻ്റെ വിഷയം സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു പ്രവചന ശബ്ദം കൈമാറുന്നത്
നമുക്കറിയാം ആ വിഷയത്തിൻ്റെ മേഖല എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പൊങ്ങി വരുന്ന വാക്കുകൾ, പരാജയത്തിൻ്റെ വാക്ക് നമ്മൾ പ്രസ്താവിക്കരുത്. മറിച്ച് വിശ്വാസത്തിൻ്റെ വാക്ക് നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പരാജയപ്പെടുത്തുമെന്ന് ശത്രു വെല്ലുവിളിക്കുന്ന മണ്ഡലത്തിൽ ശത്രുവിൻ്റെ മണ്ഡലങ്ങളെ വെട്ടിക്കളഞ്ഞ് സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ നിന്നെ വിശ്വാസത്തിൻ്റെ പട്ടികയിൽ, അതായത് നിന്റെ വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ വിജയകരമായ മേഖലയിൽ ആ പരീക്ഷഘട്ടം നിനക്ക് വിജയത്തോടെ, ജയത്തോടുകൂടെ നിനക്ക് വെളിപ്പെട്ടു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ അബ്രഹാം ആഴമായിട്ട് ദൈവത്തോട് വിശ്വസിച്ചപ്പോൾ ആ വിഷയം, ആ പരീക്ഷഘട്ടം തനിക്ക് വിജയകരമായി തീരുവാനിടയായി. അപ്രകാരമായിരിക്കണം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസ ജീവിതയാത്ര. പരീക്ഷകളില്ലാത്ത വ്യക്തിത്വങ്ങളില്ല. ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷയുണ്ട്. വ്യത്യസ്തപരമായിരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പരീക്ഷാ ഘട്ടങ്ങൾ. പക്ഷെ ആ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോഴും ഈ പരീക്ഷയെ ഞാൻ പരാജയപ്പെട്ടു പോകുമല്ലോ, ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ കഴിയത്തില്ലല്ലോ, ഇനി ഒരു വിജയകരമായ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലല്ലോ എന്ന് നിരാശ വാക്കുകൾ ഒരിക്കൽ പോലും ഒരു ദൈവഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരരുത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരു പരീക്ഷ മേഖലയായാലും അത് നിന്റെ ജീവിതത്തിൽ പരാജയമല്ല, അത് നിന്റെ ജീവിതത്തിൽ വിജയമാണ്. എന്നെ കേൾക്കുന്നവരോട് ആരോടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ കടന്നു പോകുന്ന പ്രതിസന്ധി നിന്നെ മുക്കിക്കളയുമെന്ന്, നീ കടന്നു പോകുന്ന പരീക്ഷ ഘട്ടത്തിൽ പരാജയപ്പെട്ടു പോകുമെന്ന് നീ ചിന്തിക്കുന്നുവോ? എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആഴമായി ദൈവത്തിൽ നീ വിശ്വസിക്ക്. ആ വിഷയത്തെ കണ്ട് നീ ഭയപ്പെടാതെ നിന്റെ വാക്കുകൊണ്ട് നീ പ്രഖ്യാപിക്കുക, ഞാനിതിൽ വിജയിക്കും, ഞാൻ പരാജയപ്പെടത്തില്ല, ഞാനിതിൽ വിജയിക്കും. അപ്രകാരം നിങ്ങൾ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ നീ കടന്നു പോകുന്ന മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ നിന്നെ വിജയത്തിലേക്ക്, ജയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൈപിടിച്ചു കൊണ്ടുവരും. ദൈവത്തിൻ്റെ ആത്മാവ് ആരോടോ സംസാരിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ തലമുറയുമായി ബന്ധപ്പെട്ട് ആ തലമുറയ്ക്ക് ഒരിക്കലും ഒരു വിജയം ഇനി ലഭിക്കത്തില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആഴമായിട്ടൊരു വിശ്വാസം ദൈവമായിട്ട് നീ ഉറപ്പിച്ചാൽ ആ വിഷയത്തിൽ മേൽ പരാജയപ്പെടുവാൻ നിന്റെ തലമുറ പരാജയപ്പെടുവാൻ അനുവദിക്കത്തില്ല. നിന്റെ തലമുറ തോൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ ജയത്തിലേക്ക് കയറി വരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായ പരീക്ഷയിൽ അബ്രഹാം ആ പരീക്ഷ ഘട്ടങ്ങളിൽ ജയിച്ച് കയറി വരുവാൻ, അതായത് വിജയത്തിലേക്ക് കയറി വരാനുള്ള കാരണമെന്ന് പറയുന്നത് കേട്ട ദൈവശബ്ദം അനുസരിച്ച് താൻ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും തൻ്റെ നാവുകൊണ്ട് അവിശ്വാസവാക്കോ നിരാശയുടെ വാക്കോ അബ്രഹാം പറയുന്നില്ല. വിശ്വാസത്തിൻ്റെ വാക്കുകൾ, ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് നിന്ന് യാഗം കഴിച്ച് ആരാധന കഴിച്ച് മടങ്ങി വരും, ഇരുവരും. അതാണ് പ്രിയ ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം വിജയകരമായ വിശ്വാസം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ വിശ്വാസ മേഖലയിൽ 3 മേഖലയുണ്ട്. 1 വിജയകരമായ വിശ്വാസം, 2 വലിയ വിശ്വാസം. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം
അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, പുരുഷാരവുമായിട്ട് ഇറങ്ങി വരുമ്പോൾ, ഒരു കുഷ്ഠരോഗി യേശുവിനെ നോക്കി നിലവിളിക്കുകയാണ്, യേശുവേ, എനിക്ക് സൗഖ്യം വേണം, എന്നെ ശുദ്ധമാക്കുവാൻ നിനക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എനിക്ക് സൗഖ്യം വേണം. ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവസന്നിധിയിൽ ഓടി വന്ന്, അതായത് യേശുവിൻ്റെ അടുക്കൽ ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ ഓടി വന്ന് നമസ്കരിച്ചിട്ട് പറയുന്നു, യേശുവേ, എന്നെ ശുദ്ധമാക്കാൻ നിനക്ക് കഴിയും. ആ വാക്കാണ് അവൻ്റെ ജീവിതത്തിലെ വലിയ വിശ്വാസം. കർത്താവിന് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ എന്ന് ഈ കുഷ്ഠരോഗി വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുക മാത്രമല്ല, കർത്താവിന് അത് കഴിയുമെന്നവൻ ഉറപ്പ് വരുത്തുകയാണ്. കർത്താവ് ഒരു വാക്കു പറഞ്ഞാൽ താൻ ശുദ്ധമായിത്തീരും, ശുദ്ധിയുള്ളവനായിത്തീരും, സൗഖ്യമുള്ളവനായിത്തീരുമെന്ന് ഈ കുഷ്ഠരോഗി പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതവൻ്റെ ജീവിതത്തിലെ വലിയ വിശ്വാസമാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് നമസ്കരിച്ചിട്ട് പറയുന്നു, യേശുവേ, നിനക്ക് എന്നെ ശുദ്ധമാക്കാൻ കഴിയും. അതേ പ്രിയപ്പെട്ടവരെ, അതാണ് വലിയ വിശ്വാസം. ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ വന്ന് ഉറപ്പ് പറയുകയാണ്, യേശുവേ, നിനക്ക് മാത്രമേ എന്നെ ശുദ്ധമാക്കാൻ കഴിയത്തുള്ളൂ. അതായത് നിനക്ക് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ നിനക്കത് കഴിയും, ഞാനത് വിശ്വസിക്കുന്നു. നിനക്ക് മാത്രമേ യേശുവേ എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ കുഷ്ഠം മാറ്റി എന്നെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. ഞാനത് വിശ്വസിക്കുന്നു. ഇവിടെ ഈ കുഷ്ഠരോഗിയുടെ വിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ അവൻ്റെ വലിയ വിശ്വാസമാണ്, വലിയ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ഏതൊരു വിഷയത്തിലും ഒരുപക്ഷെ നമുക്ക് പരിഹാരം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, നാം സംശയിക്കാതെ യേശുവിന് ഇത് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ കുഷ്ഠരോഗിയുടെ ജീവിതത്തിലെ പ്രത്യേകത, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചെന്ന് നമസ്കരിച്ചിട്ട് പറയുന്നു, ഗുരുവേ, യേശുവേ, എന്നെ ശുദ്ധമാക്കാൻ നിനക്ക് കഴിയും. അതെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മെ രക്ഷിച്ചതായ, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിന് നമ്മുടെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും. നമ്മുടെ വിഷയത്തിൽ പരിഹാരം ചെയ്തു തരാൻ കഴിയും. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഒരു ദിവസം എനിക്ക് മറുപടി തരും. പരിഹാരമില്ല എന്ന് മനുഷ്യൻ വിധി പറയുന്ന വിഷയത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവം പരിഹാരം തരും. അത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് വലിയ വിശ്വാസം. ഈ കുഷ്ഠരോഗിയുടെ വിശ്വാസത്തെ നമുക്ക് വിശ്വാസത്തിൻ്റെ പട്ടികയിൽ നോക്കുമ്പോൾ വലിയ വിശ്വാസത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ വലിയ വിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? യേശു ഇറങ്ങി വന്നപ്പോൾ ഓടിച്ചെന്ന് നമസ്കരിച്ചിട്ട് പറയുകയാണ്, യേശുവേ, നിനക്കെന്നെ ശുദ്ധമാക്കാൻ കഴിയും. അത് ഞാൻ വിശ്വസിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്തു തരുവാൻ യേശുവിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മുടെ വലിയ വിശ്വാസം. നടക്കുമോ ഇല്ലയോ, സാധ്യമാകുമോ, ഇതുവരെ പ്രാർത്ഥിച്ചു മറുപടിയില്ല, അങ്ങനത്തെ വാക്കല്ല നമ്മൾ പറയേണ്ടത്. ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ, ദൈവസന്നിധി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ നമ്മൾ പറയേണ്ട വലിയ വിശ്വാസത്തിൻ്റെ വാക്കാണ്. അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്ന പോലെ എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും.
ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിക്കുവാൻ ഒരു ചാൻസുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവം എൻ്റെ വിഷയത്തിന് മറുപടി തരും. ഞാനത് വിശ്വസിക്കുന്നു. അത് വലിയ വിശ്വാസമാണ്. ഈ കുഷ്ഠരോഗിയായ മനുഷ്യനും യേശുവിനോട് പറയുന്നു, യേശുവേ, നിനക്ക് എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ഞാനത് വിശ്വസിക്കുന്നു. യേശു ആ മനുഷ്യൻ്റെ വാക്ക് കേട്ട് അതുപോലെ അവനെ ശുദ്ധമാക്കി, അവനെ സൗഖ്യമാക്കി. അവൻ സൗഖ്യമുള്ളവനായിത്തീർന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരോടോ ആലോചന പറയുന്നു. എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രശ്നത്തിന് പരിഹാരം ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുക. നീ അവിശ്വാസത്തിൻ്റെ വാക്ക് പറയാതെ വിശ്വാസത്തിൻ്റെ വാക്കുകളെ നീ പ്രഖ്യാപിക്കുക. വിശ്വാസത്തിൻ്റെ വാക്കുകളെ നീ പറയുക. യേശുവിന് കഴിയും. എൻ്റെ തലമുറയെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന് കഴിയും. എൻ്റെ ഭർത്താവിന് മാനസാന്തരം കൊടുക്കുവാൻ യേശുവിന് കഴിയും. എൻ്റെ ജീവിതത്തിൽ ബാധ്യതകൾക്ക് വിടുതൽ തരുവാൻ യേശുവിന് കഴിയും. ഈ രോഗത്തിൽ നിന്നും സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. വലിയ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പ്രഖ്യാപിച്ചാൽ വിശ്വാസത്തിൻ്റെ വലിയ വിശ്വാസം സംഭവിക്കും, നടക്കും. അങ്ങനെ തന്നെ നടക്കും. യേശു അതെനിക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ മേഖലയിൽ കയറി വരിക. പരിശുദ്ധാത്മാവ് ആരോടോ അവിശ്വസിക്കുന്നവരോട് പറയുകയാണ്, നിന്റെ വിശ്വാസ മേഖല എവിടെയാ? അവിശ്വാസത്തിൻ്റെ മേഖലയിലാണോ? അല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എൻ്റെ പരീക്ഷ ഘട്ടങ്ങളിൽ എനിക്ക് ജയം നൽകും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഈ കുഷ്ഠരോഗിയുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ യേശുവിന് കഴിയും. ആരോ നിരാശപ്പെടുന്നുണ്ട്. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടൊരു മറുപടിയില്ല. ആ വിഷയത്തിൽ നിങ്ങൾ ആരോ അവിശ്വസിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചന ദൂത് പ്രഖ്യാപിക്കുകയാണ്. നീ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ഈ ആണ്ടുകൾ അവസാനിക്കുന്നതിന് മുന്നമേ നിന്റെ വിഷയത്തിന്മേൽ മറുപടി വരും, ഉറപ്പായിട്ടും. ഈ കുഷ്ഠരോഗിയുടെ വിശ്വാസം വലിയ വിശ്വാസം. നമുക്കും അപ്രകാരം ആ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ ചേർന്നിരിക്കുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ വിശ്വാസം ഒരു വ്യക്തിയെ ജയത്തിലേക്ക് എത്തിക്കുന്നു. വിശ്വാസം, വലിയ വിശ്വാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാധ്യമല്ല എന്ന് പറയുന്ന വിഷയത്തിൽ കർത്താവുമായിട്ടുള്ള ആഴമായ വിശ്വാസം ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. മൂന്നാമതായിട്ട് വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോലാണ്. ആമേൻ. ഒരു തിരുവചന ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 9:40 വാക്യം. വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോലാണ്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 9:40 നമുക്ക് കാണാൻ കഴിയുന്നത്, പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിൻ്റെ നേരെ തിരിഞ്ഞ് തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അപ്പൊ വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോലാണ്. അത്ഭുതം നമ്മിലൂടെ സംഭവിക്കണമോ? അത്ഭുതം നിങ്ങളിലൂടെ സംഭവിക്കണമോ? നീ വിശ്വാസത്തിൻ്റെ കീ എടുത്ത് തുറക്കണം. മരിച്ചു കിടക്കുന്ന ബാലികയെ കണ്ടിട്ട് പത്രോസ് ഭയപ്പെട്ടില്ല. പത്രോസ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ, മരിച്ചു കിടക്കുന്ന ബാലികയെ നോക്കി, ആ പെൺകുട്ടിയെ നോക്കി പത്രോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അവൻ അതിനകത്ത് കടന്നു ചെന്ന് മുട്ടുകുത്തി പത്രോസ് പ്രാർത്ഥിക്കുന്നു. ഏതിന്? നേരെ നോക്കി, ആ ശവത്തിന് നേരെ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഈ പത്രോസ് പറയുന്ന വാക്ക് തബീതെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോലാണ്. ഈ വിശ്വാസത്തിൻ്റെ താക്കോൽ കൊണ്ട് വിഷയത്തിൻ്റെ വാതിൽ തുറക്കാൻ കഴിയും.
ചിലരുടെ വാതിൽ തുറക്കാൻ പോകുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കാൻ പോകുന്നു. വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് തുറക്ക്. വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് രാജ്യത്തിൻ്റെ വാതിൽ തുറക്ക്. വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് നിന്റെ തലമുറയുടെ വിഷയത്തെ തുറക്ക്. വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് നിന്റെ കുടുംബത്തിനകത്തുള്ള പരാജയത്തിൻ്റെ മണ്ഡലങ്ങളെ പൊളിച്ച് ജയത്തിൻ്റെ വാതിൽ തുറക്ക്. വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ അപ്പോസ്തലന്മാർ പത്രോസ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധവും ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ വാക്കുകൾ താൻ വിശ്വസിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പത്രോസ്, താൻ വിശ്വസിച്ചിരിക്കുന്ന ജീവനുള്ള ദൈവം എൻ്റെ വായിലൂടെ പുറപ്പെടുന്ന വിശ്വാസത്തിൻ്റെ വാക്ക്, വിശ്വാസത്തിൻ്റെ താക്കോൽ കൊണ്ട് അത്ഭുതത്തെ ചെയ്യാൻ കഴിയുമെന്ന് പത്രോസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ വിശ്വാസമാണ് അത്ഭുതം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോലായി നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. ആരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രശ്നങ്ങളുടെ വാതിൽ തുറക്കുന്നില്ലയോ? നിന്റെ വിഷയത്തിൻ്റെ വാതിൽ ഇന്നും അടഞ്ഞിരിക്കുന്നുണ്ടോ? നീ വിശ്വാസത്തിൻ്റെ താക്കോൽ, ഫെയ്ത്തിൻ്റെ കീ എടുത്ത് നീ ആ വാതിൽ തുറക്ക്. ഇവിടെ പത്രോസ് ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസത്താൽ മരിച്ചു കിടക്കുന്ന ശവത്തിൻ്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തിയിട്ട് താൻ വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് മരിച്ചുപോയ വ്യക്തിമേൽ ജീവൻ തിരിച്ചു വരുവാൻ വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, തബീതേ എഴുന്നേൽക്ക്. അത് വിശ്വാസം അത്ഭുതത്തിൻ്റെ താക്കോലാണ്. നീ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിഷയത്തെ നീ തുറന്നു പ്രാർത്ഥിക്കുക. ആ വിഷയം നിന്റെ ജീവിതത്തിൽ തുറന്നു വരും. എത്ര വർഷമായുള്ള വിഷയമായിരുന്നാലും നിന്റെ മുന്നിൽ ആ വിഷയം തുറന്നു വരും. ആമേൻ. എന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് നിന്റെ ജീവിതത്തിലുള്ള സകല വാഗ്ദത്തങ്ങളുടെ വാതിലുകൾ നീ തുറക്കുക, തുറന്നു വരിക. പത്രോസ്വൻ ഇപ്രകാരമാണ് ആ വിശ്വാസത്തിൻ്റെ വാക്കുകൊണ്ട് പ്രഖ്യാപിക്കുക, തബീതേ എഴുന്നേൽക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഒരു പ്രവചന ശബ്ദമായിട്ടാണ് ഇന്നത്തെ തിരുവചനം ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. നിന്റെ വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് അടഞ്ഞു കിടക്കുന്ന കാലപ്പഴക്കമായ ഏതു വിഷയമായിക്കൊള്ളട്ടെ, രാജ്യത്തിൻ്റെ വാതിൽ, പട്ടണത്തിൻ്റെ വാതിൽ, നിന്റെ ദേശത്തിൻ്റെ വാതിൽ, കുടുംബത്തിൻ്റെ വാതിൽ, നീ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വിശ്വാസത്തിൻ്റെ താക്കോൽ കൊണ്ട് അത് തുറക്കുക. അതിനെക്കുറിച്ച് നീ പരാജയമല്ല ചിന്തിക്കേണ്ടത്. അതിന്മേൽ വിടുതൽ ലഭിക്കുമോ, ഇതിൽ അത്ഭുതം നടക്കുമോ എന്നല്ല നീ ചിന്തിക്കേണ്ടത്. വിശ്വാസത്തോടെ ഇതിൽ അത്ഭുതം സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു വരിക. വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോലാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുക. ഒന്ന്, വിശ്വാസം നമ്മെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. രണ്ട്, വലിയ വിശ്വാസം ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. മൂന്ന്, വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോലാണ്. നമ്മൾ എത്രത്തോളമാണ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് നമ്മൾ തുറക്കുന്നുവോ, അതുപോലെ ആ അത്ഭുതം എൻ്റെയും നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും. പത്രോസ് പറയുന്നു, തബീതേ എഴുന്നേൽക്ക്. വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് തുറക്കുക. വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് തുറന്നുവാ. എൻ്റെ വിഷയം തുറക്കപ്പെടട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ വിഷയം തുറക്കപ്പെടട്ടെ. എൻ്റെ തലമുറയുടെ വിഷയം തുറക്കപ്പെടട്ടെ. ഈ പട്ടണത്തിൻ്റെ വാതിൽ ഞാൻ വിശ്വാസത്താൽ സുവിശേഷത്തിനോട് ഞാൻ തുറക്കുന്നു. എൻ്റെ ദേശത്തിൽ സുവിശേഷത്തിനോട് ഞാൻ തുറക്കുന്നു. സാമ്പത്തികത്തിൻ്റെ വാതിൽ തുറന്നു വരട്ടെ. ആ വിശ്വാസത്തിൻ്റെ താക്കോൽ കൊണ്ട് നീ തുറക്കുമ്പോൾ അതിന്മേൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഈ തിരുവചനം നിങ്ങളുടെ അനേകരുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരട്ടെ. ആരെങ്കിലും അവിശ്വസിക്കുന്നുണ്ടോ? പ്രത്യാശ നഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളെപ്പോലെ ആയിരിക്കുന്നു.
നിന്റെ വിശ്വാസത്തിൻ്റെ വാക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് നീ തുറന്നു വരിക, എഴുന്നേൽക്കുക, സംഭവിക്കട്ടെ. അതങ്ങനെ തന്നെ നടക്കും. വിശ്വസിക്ക്. യേശു നമ്മിൽ അത്ഭുതങ്ങൾ അന്നും ഇന്നും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നു. ആരെങ്കിലും അവിശ്വാസത്തിൻ്റെ ചിന്തകളിലായിരിക്കുന്നുവെങ്കിൽ അവിശ്വാസത്തെ തള്ളിക്കളയുക. വിശ്വസിക്ക്. നിന്റെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കും. വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് നീ അത്ഭുതങ്ങളെ തുറക്കുക, കാണുക. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവെ, നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ ഇവർ കയറി വരട്ടെ. അവിശ്വാസങ്ങൾ ആരുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ മാറിപ്പോകട്ടെ. വിശ്വാസത്തിൻ്റെ കീ കൊണ്ട് ആമേൻ അത്ഭുതങ്ങൾ തുറക്കട്ടെ. ഇവരുടെ ജീവിതത്തിൻ്റെ മേഖലയെ തുറക്കപ്പെടേണ്ട എല്ലാ വാതിലുകളും തുറക്കട്ടെ. സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.